പ്രൈസ് ലോർഡ്. നമ്മൾ ഇന്നലെ സങ്കീർത്തനം 71 പാർട്ട് 1 നമുക്ക് ധ്യാനിക്കാൻ ദൈവം സഹായിച്ചു. അത് അതിൽ കൂടെ നമുക്ക് സാം 71 ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ഒത്തിരി നമ്മളെ എൻകറേജ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഈ ഓൾഡ് ഏജ് ഗ്രൂപ്പിലോട്ട് പ്രായമായ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നവർക്ക് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷെ അത് മാത്രമല്ല, ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും, കാരണം ദൈവവചനം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അന്നേരം ഇത് സാം സങ്കീർത്തനം 71 എല്ലാവർക്കും വേണ്ടിയുള്ളൊരു വചനമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കാരണം ദൈവവചനം ഒരിക്കലും മാറിപ്പോകുന്നല്ല, എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനമാണല്ലോ. ഇതിൻ്റെ കീ വേഴ്സായിട്ട് ഇതിൻ്റെ മെയിൻ പോയിന്റ് നമുക്ക് അതിൻ്റെ 18 കാണാം. 18 ആദ്യ ഭാഗം, വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. അവിടെ നമുക്ക് ഒരു അപേക്ഷയാണ്, ദാവീദിൻ്റെ ഒരു അപേക്ഷ കാണാം. പക്ഷേ ദാവീദ് തന്നെ അതിൻ്റെ ഉത്തരം കണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 71:3 പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. അന്നേരം ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ദാവീദിന് അറിയാമായിരുന്നു. അത് ദൈവം തന്നെയാണ്. അതാണ് നമ്മളെ ഇന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നമ്മുടെ ശരീരം, ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് വെച്ചാൽ നമുക്കതേ ഒരു മോർട്ടൽ ബോഡി, അത് ജഡം, അതത് മണ്ണിലേക്ക് മൺമയാം ശരീരമാണല്ലോ. ഈ ശരീരം ഒരു ഡീജനറേറ്റിംഗ് കണ്ടീഷൻ, അത് ഓരോ ദിവസവും ഓരോ വർഷം പ്രായം ആകുന്തോറും അതിൻ്റെ ആക്ടിവിറ്റി കുറയും, അതിനായിട്ടുള്ള ക്ഷീണങ്ങൾ അതെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. കാരണം അങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മണ്ണായിട്ടുള്ളത് മണ്ണിലേക്ക് മാറും, പക്ഷെ നമ്മുടെ ആത്മാവ് മാത്രമുള്ളൂ എന്നേക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ഈ ലോകത്തെ മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം. അന്നേരം നമുക്ക് ഈ ശരീരമല്ല, നമുക്ക് നമ്മുടെ ആത്മാവ് അത് എങ്ങോട്ട് പോകുന്നതാണ്. അത് കർത്താവിനോട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറ്റിയിരിക്കുന്നുണ്ടോ, ദൈവത്തോട് അടുത്തിരിക്കുന്നുണ്ടോ, ദൈവവചനപ്രകാരമാണോ, ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ. അതാണ് മെയിൻ കാര്യം. കാരണം നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമുക്ക് ഫിസിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ, മെൻ്റൽ, ഫിനാൻഷ്യൽ ഈ പ്രോബ്ലംസ് എല്ലാം നേരിടേണ്ടി വരും. കാരണം ആരും അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല, നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കും. പക്ഷേ നമ്മുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ സൃഷ്ടികർത്താവിന് ഇതെല്ലാം അറിയാം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് സൃഷ്ടികർത്താവിന് അറിയത്തില്ലെന്നല്ലല്ലോ, അതെല്ലാം അറിയാം. നമ്മളെ സൃഷ്ടിച്ചവനാണല്ലോ. നമ്മളെ കംഫേർട്ട് ചെയ്യും, നമ്മളെ എൻകറേജ് ചെയ്യും. വചനം പറയുന്നുള്ളൂ, എൻ്റെ കൃപ മതി. ഏത് യുഗത്തിലാണേലും, ഏത് കാലത്ത്, ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ കൃപ മതിയെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലും കടന്നു വരും. ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു വേദനയോട് ഈ ദിവസങ്ങളൊക്കെ കുറേ പ്രായമായ പ്രിയപ്പെട്ടവരെ കാണാനും അവരുടെ കൂടെ സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടി. അന്നേരമാണ് എൻ്റെ മനസ്സിൽ ഈ സാം 71 കുറിച്ച് ഒരു മെസ്സേജ് ഇടണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നൊരു ദൈവം ഒരു മനസ്സിൽ ഒരു ആഗ്രഹം തന്നുകൊണ്ട് അങ്ങനെ ചെയ്ത്. അന്നേരം ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ പ്രയോജനം വരുമെന്ന് എനിക്കറിയാം. കാരണം ഈ പഠിക്കുന്നതൊക്കെ അത് ധ്യാനിക്കാൻ ദൈവം, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചും കൊണ്ട് ഇത് മുന്നോട്ട് തുടരുന്നു. ഈ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സ്പെഷ്യലി പ്രായമാകുന്നൊക്കെ നമ്മൾ തോന്നുമ്പോൾ, നമ്മൾ ഈ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ, അല്ലേ ഒരു രോഗത്തിൻ്റെ താഴ്വരയിൽ കൂടെ, അല്ലെ ഒരു ഒറ്റപ്പെടലിൻ്റെ താഴ്വരയിൽ കൂടെ ഒക്കെ നമ്മൾ പോകേണ്ടി വരും. അവിടെ നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ, നമ്മൾ തളർന്നു പോകാതെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. അതാണ് നമ്മുടെ വിശ്വാസം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്താൽ ആണല്ലോ നമ്മൾ ജീവിക്കുന്ന, കാഴ്ചയിലല്ല. അവിടെ ഈ വിശ്വാസം നമുക്കൊരു പ്രത്യാശ തരും. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാട് അവിടെ മാറും. നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മൾ ഈ പൗലോസിൻ്റെ ജീവിതമൊക്കെ കാണാം. കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ അല്ല, നമ്മുടെ ആത്മാവിനെയാണ് കർത്താവ് എങ്ങനെ ആഗ്രഹിക്കുന്നു, കർത്താവ് അത് അപ്രകാരം ജീവിപ്പാൻ നമ്മൾ നോക്കും. നമ്മൾ പൗലോസിൻ്റെ ആ കോൺഫിഡൻസ്, പൗലോസ് ഏത് സാഹചര്യത്തിൽ, പൗലോസിനെ പോലെ യേശുക്രിസ്തു കഴിഞ്ഞാൽ പൗലോസിനെ പോലെ കഷ്ടം സഹിച്ചത് ആരുമില്ല. പക്ഷെ പൗലോസ് ആ സാഹചര്യത്തിൽ പൗലോസ് പറയുന്നത് നമുക്ക് ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 1:9 മുതൽ വായിക്കുമ്പോൾ, അല്ലെ 8 ലാസ്റ്റ് തൊട്ട് വായിക്കുമ്പോൾ, ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭയപ്പെട്ടു. അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അന്നേരം അവരുടെ ആ ഭയം കണ്ട്, അവർ ജീവിക്കുമോ ഇല്ലയോ എന്ന് പോലും അവർക്കൊരു ഭയമായിരുന്നു. പക്ഷെ മുന്നോട്ട് പറയുന്നത് എന്തോ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു.
വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ഇവിടെ 3 ടെൻസാണ് പറയുന്നത്. വിടുവിച്ചു, വിടുവിക്കും, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ യൗവനത്തിൽ ഇനി വാർദ്ധക്യത്തിലും നമ്മളെ വിടുവിക്കും, നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഇത്ര വലിയ ശക്തനായ ദൈവം നമ്മുടെ കൂട്ടുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടണം? ഇത് നമുക്ക് ഭയങ്കര ധൈര്യം തരുന്ന ഒരു വാക്കാണ് അല്ലേ? ഒരിക്കലും വാക്ക് മാറാത്ത ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവത്തെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമ്മൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഈ സാം 71 അതിൽ കുറേ പ്രോബ്ലംസ്, ഈ വാർദ്ധക്യ ക്ഷീണത്തിൽ ഇരിക്കുന്നവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് ധ്യാനിക്കാം. 7-8 പോയിൻ്റ് ഉണ്ട്. ഇന്ന് നമുക്ക് അതിൽ 3-4 ധ്യാനിച്ചേച്ച് നാളെ പാർട്ട് 3 നമുക്ക് മറ്റേ കുറേ കൂടെ നമുക്ക് ധ്യാനിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഫസ്റ്റ് അത് 71:1 പറയുന്നതാണ്, യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുത്. ഈ ലജ്ജ അല്ലെ ഒരു കൺഫ്യൂഷൻ അല്ലെ ഷെയിം, അതൊരു പ്രായം ചെല്ലുമ്പോൾ ഉള്ളൊരു നേര് പറഞ്ഞ വലിയൊരു പ്രോബ്ലമാണ്. ഈ ലജ്ജിക്കപ്പെടുമോ എന്നൊരു ഭയം. അവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെന്തോ വിചാരിക്കും, മറ്റുള്ളവർ അവരെ കളിയാക്കുമോ, അവരുടെ ഫിസിക്കൽ ഡിഫോർമിറ്റി കണ്ട് മറ്റുള്ളവർ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ, അവർ സോഷ്യലി അവരെ ഒന്ന് മാറ്റി വെക്കുമോ, ഈ കൺഫ്യൂഷൻ. പിന്നെ ചിലപ്പോൾ മെമ്മറി ലോസ് ഉണ്ടാവും അല്ലയോ, ഓർമ്മശക്തി കുറഞ്ഞിരിക്കും, അതൊക്കെ മറ്റുള്ളവർ കളിയാക്കുമോ. അങ്ങനെ അവരുടെ ഉള്ളിലൊരു ഭയം, മറ്റുള്ളവർ ഒരു പക്ഷേ കളിയാക്കത്തില്ലായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഒരു കുറ്റബോധം, ഉള്ളിലുള്ളൊരു ഭയം കാരണം അവരൊരിക്കലും സന്തോഷത്തോടെ, അവരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഈ വാർദ്ധക്യ ക്ഷീണത്തിൽ കൊണ്ട് പോകുന്നത്, അന്നേരം ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ല ആരെയും ഉദ്ദേശിച്ചല്ലേ, നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഈ സ്റ്റേജിലാക്കണം. അങ്ങനെ നമ്മൾ വേണം, കാഴ്ചപ്പാടോട് വേണം ഇത് വചനം നമ്മൾ കേൾക്കാനും അത് പറയാനും ദൈവം സഹായിക്കട്ടെ. അന്നേരം ഈ കൺഫ്യൂഷൻ അത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഭയമാണ്. നമുക്കൊരു ഓണർ, നമ്മുടെ അവിടെ ദാവീദിൻ്റെ ഒരു പേടി അവിടെ പറയുന്നുണ്ട്, ഐ വിൽ ലൂസ് മൈ ഓണർ. പക്ഷേ അത് മുന്നോട്ട് പറയുന്നുണ്ട്, എൻ്റെ ഓണറിനെ എല്ലാം ഇൻക്രീസ് ചെയ്യും. ഹി ഹാസ് ഇൻക്രീസ് മൈ ഓണർ എന്ന് അവിടെ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ വിചാരിക്കും നമ്മൾ നഷ്ടപ്പെട്ടു, ആർക്കും നമ്മളെ വേണ്ട. പക്ഷേ ദൈവത്തിന് നമ്മളെ ഒരു നാളും ദൈവം നമ്മളെ കൈവിടത്തില്ല. ദൈവം നമ്മുടെ ഹി വിൽ ഇൻക്രീസ് അവർ ഓണർ. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു, ആദ്യത്തെക്കാളും കൂടുതൽ മഹത്വത്തെ വർദ്ധിപ്പിച്ചു, എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. അത് ദാവീദിൽ പറയുന്നുണ്ട്, എന്നെ ലജ്ജിപ്പിക്കരുതേ, പക്ഷേ എന്നെ ആശ്വസിപ്പിക്കണമേ, എൻ്റെ മഹത്വത്തെ നീ വർദ്ധിപ്പിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:33 നമ്മൾ വായിക്കുന്ന എന്തുവാ, ദൈവം കലക്കത്തിൻ്റെ അല്ലെ കൺഫ്യൂഷൻ്റെ ഒരു ഡിസോർഡറിൻ്റെ ദൈവമല്ല, പക്ഷേ സമാധാനത്തിൻ്റെ ദൈവമാണ്. അന്നേരം നമുക്ക് ഈ കൺഫ്യൂഷൻ വരുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, പക്ഷേ ദൈവം അതെല്ലാം സമാധാനത്തിനായി തീർക്കും. ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയാം, നമ്മളെ ചേർത്ത് പിടിച്ച് ഏത് കൺഫ്യൂഷനാണെങ്കിലും ഏതൊരു അവസ്ഥയിൽ കൂടെ നമ്മൾ നടന്നാലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ടൈം പോലല്ല. ദൈവം ആ എറ്റർണിറ്റി, ആ നിത്യതയുടെ ആ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ദൈവത്തിന് ഇതൊന്നും ഒരു കാര്യമല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രം നമുക്ക് മതി. അതിന് നമുക്ക് നമ്മളെ മറ്റുള്ളവർ സഹായിക്കാനായിട്ട് ദൈവം അവിടെ ആളുകളെ ഒരുക്കും. ഓക്കെ, അന്നേരം കൺഫ്യൂഷൻ ഒരു ഫസ്റ്റ് പ്രോബ്ലമാണ്. സെക്കൻഡ് പ്രോബ്ലം എന്ന് വെച്ചാൽ വീക്ക്നെസ് ആണ്. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ബലം ക്ഷയിച്ചു. അതിൻ്റെ 9 എഴുതിയിട്ടുണ്ട്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുത്. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെ കാണും യൗവന പ്രായത്തിൽ, പക്ഷേ നമ്മൾ ബലം ക്ഷയിക്കുമ്പോൾ ഓരോരോ ഫ്രണ്ട്സ് നമ്മളെ വിട്ടേച്ച് പോകും. പക്ഷേ ബലം ക്ഷയിച്ചു പോകുമ്പോൾ മനുഷ്യർ നമ്മളെ തള്ളിക്കളയുമായിരിക്കും, പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. നമ്മൾ സേവിക്കും ദൈവം നമ്മുടെ ശക്തിയാണ്. അതാണ് കർത്താവിൽ ഒരു പാട്ടുണ്ടല്ലോ, കർത്താവിൽ സന്തോഷം അവൻ എൻ ബലം. ആ പാട്ട് പാടുമ്പോൾ ഓരോരോ അതിൻ്റെ വാക്കുകൾ നോക്കി അറിയാം, ഇത് കർത്താവാണ് നമ്മുടെ ബലം. നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകും. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. നമുക്ക് സാറയുടെ അബ്രഹാമിൻ്റെ കാര്യം അറിയാം. അവരുടെ ആ വാർദ്ധക്യത്തിൽ അവരുടെ ശരീരം ഒരു മരിച്ച ശരീരം പോലായിരുന്നു, ഡെഡ് ആയിരുന്നു. അതിൽ കൂടെ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം ഒരിക്കലും നിറവേറാൻ പറ്റത്തില്ല. പക്ഷേ അവർ കർത്താവിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് ഇസാക്ക് എന്ന വാഗ്ദത്ത സന്തതിയെ അവർക്ക് പ്രാപിപ്പാൻ അവിടെ ദൈവം കൃപ കൊടുത്തു.
എന്നൊരു നമ്മളും നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 4:16. മാറിപ്പോകാത്ത ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു മഹത്വം ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നമുക്ക് അറിയാം നമ്മുടെ ശരീരം അത് പുറമേ ഉള്ള മനുഷ്യന് ഈ ജഡം അത് ഡീജനറേറ്റ് ആയി പോകും, അത് നശിച്ചു പോകും. പക്ഷെ നമ്മുടെ അകമേ ഉള്ള നമ്മുടെ ആത്മാവ് അത് നാൾക്ക് നാൾ എത്രയും നമ്മൾ പ്രായം ചെല്ലും അത്രയും നമുക്ക് കർത്താവിനോട് പറ്റിച്ചേരാൻ ദൈവം നമുക്ക് കൃപ തരുന്നുണ്ട്. എത്രയും നാൾ നമ്മൾ ജീവിക്കും അത്രയും ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് വർണ്ണിക്കാൻ, നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ. കാരണം മരിച്ചു പോയി കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അകമേ ഉള്ള മനുഷ്യനെ നമ്മൾ ഈ ദിവസങ്ങൾ ആത്മാവിൽ കുറേ കൂടെ ശക്തിപ്പെടുവാൻ നമ്മളെ നൊറിഷ് ചെയ്യാം. ആത്മാവ് കുറേ കൂടെ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കുന്ന പോലെ ഈ അകമയുള്ള മനുഷ്യൻ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ വചനധ്യാനം, കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി പ്രാപിപ്പാൻ തക്കണം. അതുപോലെ Isaiah 40:31 പറയുന്ന പോലെ നമ്മൾ കഴുകനെ പോലെ ശക്തി പ്രാപിച്ച് പുതുക്കം പ്രാപിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. അന്നേരം ഈ വീക്ക്നെസ് പ്രായം ചെല്ലുമ്പോൾ ഉള്ള ആ ബലം ക്ഷയിച്ചു പോകുമ്പോൾ നമ്മൾ കർത്താവിലാണ് നമ്മുടെ ബലം. അതുകൊണ്ട് കൺഫ്യൂഷൻ വരാമായിരിക്കും, ബലം നമ്മുടെ കുറഞ്ഞു പോകാമായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരേ ഒരു മെഡിസിൻ, ഒരേ ഒരു സൊല്യൂഷനുള്ള അതാണ് കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെക്കുക. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈനിങ് നേച്ചർ, എപ്പോഴും പുറവെടുക്കുക, എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരവരെ തന്നെ കുറ്റം പറയുക. അത് വരുമ്പോൾ അതൊരു ഓൾഡ് ഏജിൻ്റെ ഒരു പ്രോബ്ലമാണ്. കാരണം നമുക്ക് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ ലോൺലിനെസ് ഒക്കെ വരുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ കാരണം കൊണ്ട് അവരാരും ഇല്ലല്ലോ. അവർ എപ്പോഴും പ്രായമുള്ളവർ അയ്യോ ഞങ്ങൾക്ക് ആരുമില്ല. പക്ഷേ ദൈവമുണ്ടെന്നുള്ളവർ മറന്നു പോകും. ദൈവമല്ലാതെ വേറെ ആരും വേണ്ട. പക്ഷെ അത് ആ സമയത്ത് ആ പ്രയാസങ്ങൾ വരുമ്പോൾ അതും അവർ ഓർക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളങ്ങ് മറന്നു പോകും നമുക്ക് ആരുമില്ലെങ്കിൽ ദൈവമുണ്ടല്ലോ എന്ന്. അന്നേരം നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത, ഒരു ഭയം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ക്ഷീണാവസ്ഥ, ചിലപ്പോൾ ആരും ഇല്ലായിരിക്കും നമ്മളെ സഹായിക്കാൻ. അതൊക്കെ നമ്മളെ കംപ്ലൈനിങ് നേച്ചറിലേക്ക് കൊണ്ടുപോകും. അന്നേരം ആ കംപ്ലൈനിങ് നേച്ചർ മാറ്റണമെങ്കിൽ ഒന്ന് മാത്രമുള്ളൂ, നമ്മുടെ വായെ ദൈവത്തിൻ്റെ സ്തുതികളാൽ, പാട്ടുകളാൽ, സങ്കീർത്തനങ്ങളാൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ അത് പാടുക, അത് നമ്മൾ ധ്യാനിക്കുക, അത് മറ്റുള്ളവരോട് പറയുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾഡ് ഏജ് അതൊരു ട്രാൻസ്ഫോർമേഷനാകും. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഫേസ് ഓഫ് ലൈഫ്, സന്തോഷമായ ഒരു യുഗത്തിൽ അല്ലെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ദാവീദും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു നേച്ചറിലേക്ക് വന്നു. പക്ഷേ 71:8 നമുക്ക് വായിക്കാം, എൻ്റെ വാ നിൻ്റെ സ്തുതിയും കൊണ്ട് ഇടപെടാതെ നിൻ്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മുടെ വാ ദൈവത്തിൻ്റെ സ്തുതിയും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ അവിടെ നമുക്ക് പുറകോർക്കാനുള്ളൊരു അവസരം വരത്തേ ഇല്ല. അതിൻ്റെ 15 അത് തന്നെ പറയുന്നത്, എൻ്റെ വാ ഇടപെടാതെ നിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. നമ്മൾ ഇന്നലെ ധ്യാനിച്ചപ്പോൾ പാർട്ട് 1 നമ്മൾ ധ്യാനിച്ചു ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്. ദൈവം എന്നെ രക്ഷിച്ചതിന്, എൻ്റെ 2ാം മരണത്തിൽ നിന്നും നിത്യ നരകത്തിൽ നിന്ന് എന്നെ വിടുവിച്ച്, അതിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, നമ്മൾ ദൈവവചനം കൂടുതലായിട്ട് പറയുമ്പോൾ, ദൈവം ചെയ്ത കൃപകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റേ കംപ്ലൈനിങ്ങും മർമറിങ്ങും പൊറുപൊറുപ്പും ഒന്നും നമുക്ക് വരാൻ സാധ്യമല്ല. കർത്താവാണ് അവിടെ നമ്മളെ കാണിക്കുന്നത്. പിന്നെ 4ാമത്തെ കൂടെ അത് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ കാര്യങ്ങൾ നാളെ ചിന്തിക്കാം. ലിസ്ണിങ് ടു പീപ്പിൾസ് അഡ്വൈസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റുള്ളവരോട് അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പക്ഷേ അവരൊരു ഭയങ്കര സങ്കടം, ഒരു ഭയങ്കര കെയർ കാണിക്കും. അതൊക്കെ അവർ അയ്യോ കഷ്ടം, പാവം, എന്തൊരു അവസ്ഥ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് തളർന്നു. അതാണ് 71:10-13 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. എൻ്റെ ശത്രുക്കൾ ഇങ്ങനെ പറയുന്നു, ദൈവമേ എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ വിടുവിപ്പാൻ ആരുമില്ലെന്ന് അവർ പറയുന്നു, എന്നോട് അകന്നിരിക്കരുത്, എൻ്റെ പ്രാണന് വിരോധമായി ലജ്ജിച്ച് നശിച്ചു പോകട്ടെ എന്ന് അനർത്ഥം അന്വേഷിക്കുന്നവർ, നിന്ദിക്കുന്നവർ, ലജ്ജിക്കുന്നവർ, അങ്ങനെ കുറേ പേരുടെ അക്യൂസേഴ്സ് ഉണ്ട്, എനിമീസ് ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ സ്നേഹിതന്മാരായിരിക്കും. പക്ഷേ അവർ നമ്മളെ കളിയാക്കുകയും നമുക്കൊരു കള്ള പ്രത്യാശ തരികയും, അവർ ദൈവത്തിൽ ആശ്രയിക്കാതെ അവർ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഡോക്ടർമാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കുക. കാരണം ദൈവം മാത്രം പോരാ, നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണം, നിങ്ങളുടെ പ്രവൃത്തി കൂടെ ചെയ്താലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൽ തരുമ്പോൾ അവരൊക്കെ നമ്മളെ കളിയാക്കുമായിരിക്കും. പക്ഷേ നമ്മൾ അതൊന്നും കേൾക്കാതെ നമ്മൾ ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് മാറി നിന്ന് ദൈവം ചെയ്ത നല്ല പ്രവൃത്തികളെ
അതിൻ്റെ 7 പറയുന്ന പോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായി തീരേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി തീരാനായിട്ട് നമ്മുടെ ഈ വാർദ്ധക്യ ക്ഷീണം അല്ലെ വാർദ്ധക്യ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, വീക്ക്നെസ് വരാം, കംപ്ലൈനിങ് നേച്ചർ കാണാം. നമ്മൾ മറ്റുള്ളവരുടെ അഡ്വൈസ് കേൾക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാകട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവ് മാത്രം മതി. ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്നും ധ്യാനിച്ചാൽ, നമ്മളെല്ലാം ഈ അവസ്ഥയെ കൂടെ കയറി പോകുന്നവരാണ്. അല്ലെ വാർദ്ധക്യത്തിൽ ക്ഷീണത്തിൽ ഇരിക്കുന്നവർക്ക് ഈ വചനം ഒരു അനുഗ്രഹമായി തീരട്ടെ. അതിനാൽ ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. കർത്താവ്, നീ ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമാണ്. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ, ഞങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ഒരു നങ്കൂരമാക്കി തീർക്കാൻ കർത്താവ് സഹായിക്കണേ. ഞങ്ങളുടെ ഈ ജഡികമായ ശരീരം, ഈ മൺമയാം ശരീരം എല്ലാം വിട്ട് ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എത്തും. അന്ന് വരെ കർത്താവ് ആ ഓട്ടം തികയ്ക്കുവാൻ തക്കണം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാനിട വരാതെ ഞങ്ങൾ കർത്താവിൽ ഓരോ ദിവസവും ശക്തി പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം. കർത്താവ്, പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് ഓൾ.